ഹലോ മൈ ഡിയർ CBSE 10 ഫാമിലി മക്കളെ 2026-27 അക്കാദമിക് ഇയറിലെ നിങ്ങൾ SSTയിൽ കാണുന്ന ഏതൊക്കെ വിഷയങ്ങളുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളുണ്ട് ഏതൊക്കെ ചാപ്റ്ററുകളുണ്ട് അതിന് എത്രയായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു അറിയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നോർമലി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും. പ്രോപ്പറായിട്ട് CBSE നമ്മുടെ മുന്നിലേക്ക് സിലബസ് വെച്ച് തരുന്നുണ്ട്. ആ സിലബസ് പ്രോപ്പറായിട്ട് നിങ്ങൾ കവർ ചെയ്യുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾക്കൊരു 90% കിട്ടാനുള്ള എല്ലാ ചാൻസസും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ആദ്യം മുതലേ തന്നെ ഹിസ്റ്ററി ആയിക്കോട്ടെ, എക്കണോമിക്സ് ആയിക്കോട്ടെ, പൊളിറ്റിക്സ് ആയിക്കോട്ടെ, ജോഗ്രഫി ആയിക്കോട്ടെ എല്ലാം നിങ്ങൾ കവർ ചെയ്ത് പോവുകയാണെങ്കിൽ ഓരോ ചാപ്റ്ററുകളുടെയും വെയിറ്റേജ് അനുസരിച്ചിട്ട് ഓരോ ചാപ്റ്ററുകളുടെയും ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ട് നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും CBSE 10 ഈ ഒരു വർഷത്തിൽ. അപ്പോൾ ഏതൊക്കെയാണ് ആ ചാപ്റ്ററുകളിൽ ഏതൊക്കെ ഭാഗങ്ങളിൽ നിങ്ങൾ ഏതൊക്കെ ചാപ്റ്ററുകൾക്ക് വെയിറ്റേജ് കൊടുത്ത് പഠിക്കണം എന്നുള്ള കാര്യമാണ് ഹരി സാർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ ഉടനെ തന്നെ ഇപ്പം തന്നെ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ചെന്നിട്ട് യെസ് സാർ എന്ന് കമൻറ്റ് ചെയ്യുക. ഒപ്പം തന്നെ നമ്മുടെ ഹൈപ്പ് ഒന്ന് കൂട്ടാനും കൂടെ നോക്കുക കേട്ടോ. അപ്പോൾ നോക്കിയേ, ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി, ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യ ആൻഡ് ദ കണ്ടംപററി വേൾഡ് 2 എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ഭാഗമുണ്ട്. CBSE ഹിസ്റ്ററി സോഷ്യൽ സയൻസിൽ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ, ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടും അതേപോലെ തന്നെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞിട്ടും ജോഗ്രഫി എന്ന് പറഞ്ഞിട്ടും എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടും 4 വിഭാഗങ്ങളാണ് നമ്മുടെ CBSEയിലുള്ളത്. SSTൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കണം. നമുക്ക് ഏകദേശം ഒരു 19 ചാപ്റ്ററോളം നമുക്ക് പഠിക്കാനുണ്ട്. അതിലും കൂടുതൽ ചാപ്റ്ററുകളുടെ എണ്ണം കാണും. ബട്ട് നമുക്ക് പഠിക്കാനുള്ളത് എത്രയാണ്? 19 ചാപ്റ്ററുകളോളമാണ് നമുക്ക് പഠിക്കാനുള്ളത്. CBSEയിൽ SSTയിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ആനുവൽ എക്സാം ആകുമ്പോഴത്തേക്ക് പഠിക്കേണ്ട ചാപ്റ്ററുകളുടെ എണ്ണ പറയുന്നത്. അല്ലാതെ നിങ്ങൾക്ക് പ്രൊജക്റ്റ് വർക്കായിട്ടും അല്ലെങ്കിൽ അസസ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ വേറെ ചാപ്റ്ററുകൾ ഇതിൽ കൂടെ തന്നെ ഉണ്ടാവും. അത് ഞാൻ പറഞ്ഞു തരാം എന്താണെന്നുള്ളത്. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മക്കളെ, ഇവിടെ ഹിസ്റ്ററിയിൽ ഏതൊക്കെ ചാപ്റ്ററുകളാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ പരിശോധിക്കാൻ പോകുന്നത്. ഇവിടെ നോക്കിക്കേ, ആദ്യത്തെ ചാപ്റ്റർ, ഇവിടെ സെക്ഷൻ ഒന്നും നിങ്ങൾ നോക്കുകയൊന്നും വേണ്ട, ഇവിടെ ചാപ്റ്റർ നമ്പർ മാത്രം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. അതിലൊന്നാമത്തെ ചാപ്റ്റർ പേരാണ് ദ റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ. ഇത് വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. കാരണം ഹിസ്റ്ററിയിൽ നിന്ന് നിങ്ങൾക്ക് SSTയിൽ നിന്ന് നല്ലൊരു പെർസെൻറ്റേജോളം വെയിറ്റേജ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഇവിടെ നിങ്ങൾക്ക് മാപ്പിനും 2 മാർക്കിനുള്ള മാപ്പ് 18+2 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഹിസ്റ്ററീൻ്റെ ഭാഗത്ത് നിന്ന് മാപ്പ് വരുന്നുള്ളത്. അപ്പോൾ അവിടെ റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ് എന്ന് പറഞ്ഞ ചാപ്റ്റർ വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററിന് എന്ത് ചെയ്യാം, ഒരു സ്റ്റാർ ഇട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ഈ സ്റ്റാർ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കുക ഇത് വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണെന്നുള്ളത്. ഇതിൽ നിന്ന് നിങ്ങൾ പഠിക്കാതെ പോവരുത്, ഒരു കാര്യങ്ങളും പഠിക്കാതെ വിട്ടു പോവരുത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. എങ്ങനെയാണ് യൂറോപ്പ്, എങ്ങനെയാണ് ജർമ്മനിയുടെ യൂണിഫിക്കേഷൻ, എന്താണ് ഇറ്റലിയുടെ യൂണിഫിക്കേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ ഒരു ഭാഗത്ത് കാണുക. വേൾഡ് വാറിലേക്ക് നയിച്ച കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റ് ഭാഗത്തായിട്ട് കാണും. ഇതാണ് റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ്. കുറേ റൊമാൻറ്റിസിസം എന്നൊക്കെ പറഞ്ഞ കുറേ കാര്യങ്ങൾ നമ്മൾ ആ ഭാഗത്ത് കാണുന്നുണ്ടാവും. എനിവേ, കമ്പാരിറ്റീവ്ലി കുറച്ച് ഹൈ ലെവൽ ചാപ്റ്റർ ആണത്. പഠിച്ചില്ലെങ്കിൽ പണി കിട്ടുന്ന ചാപ്റ്ററാണ്. രണ്ടാമതൊരു ചാപ്റ്റർ ഉണ്ട്, അത് നമ്മുടെ ഇന്ത്യയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടൊരു ചാപ്റ്ററാണ് ദ നാഷണലിസം ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാപ്റ്റർ. ഓക്കെ, അത് ഇന്ത്യയിലെ ഗാന്ധിജി വന്നത് തൊട്ട് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഒരുപാട് റെവല്യൂഷണറി മൂവ്മെൻറ്റിനെ പറ്റിയിട്ടും എക്സ്ട്രീമിസ്റ്റിനെ പറ്റിയിട്ടും മോഡറേറ്റുകളെ പറ്റിയിട്ടും അതൊക്കെയാണ് ആ ചാപ്റ്ററിൽ പറയുന്നത്. ഒരുപാട് പത്രങ്ങളെ പറ്റിയിട്ടും ഒക്കെ നമ്മൾ ആ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ എന്താണ് സ്വാതന്ത്ര്യ സമരം എന്നുള്ളതാണ്. ഗാന്ധിജി വന്ന 1915 മുതൽ 1947 വരെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ ചാപ്റ്ററിൽ കാണുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കുക, ഹിസ്റ്ററിയിൽ നിന്നുള്ള ആദ്യത്തെ 2 ചാപ്റ്ററുകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററുകളാണ്. അപ്പോൾ സാർ മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലോ, മൂന്നാമത്തെ ചാപ്റ്റർ നിങ്ങൾ ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. അതായത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ചാപ്റ്ററിൻ്റെ സബ് ടോപ്പിക്കുകളുണ്ട്. നിങ്ങൾ ചാപ്റ്റർ എടുത്ത് നോക്കിയാൽ NCERT ബുക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, നിങ്ങൾ പഠിച്ചവരാണ് സ്വാഭാവികമായിട്ടും. സബ് ടോപ്പിക്സ് ഉണ്ടാവില്ലേ, 1.3 1.2 എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ട്. അപ്പോൾ അതിൽ സബ് ടോപ്പിക്സ് 1 മുതൽ 1.3 വരെ പഠിച്ചാൽ മതി. ബാക്കി ഒന്നും നിങ്ങൾ നോക്കണ്ട. 1 മുതൽ 1.2 1.3 ഇത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. പ്രീ മോഡേൺ വേൾഡ് ടു കോൺക്വസ്റ്റ്, ഡിസീസ് ആൻഡ് ട്രേഡ്, ഇത്രയും മാത്രം നിങ്ങൾ ആ ചാപ്റ്ററിൽ പഠിച്ചാൽ മതി. ബാക്കി കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ ഡിലീറ്റ് ഇടാം. അതൊന്നും നിങ്ങൾ പഠിക്കുകയേ വേണ്ട. ഓക്കെ, അപ്പോൾ അത് നോക്കുക. ഇത് ഞാൻ സ്റ്റാർ ഇടുന്നില്ല, അത് നിങ്ങൾക്ക് വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്, നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ചാപ്റ്ററാണ്. ഇനി നോക്കിക്കേ, ഈ പറഞ്ഞിട്ടുള്ള ഇവിടെ ഇന്റർ ഡിസിപ്ലിനറി പ്രോജക്റ്റ് ആസ് പാർട്ട് ഓഫ് മൾട്ടിപ്പിൾ അസസ്മെൻറ്റ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ദിസ് ഇസ്
നോട്ട് അണ്ടർ ദി ആനുവൽ എക്സാമിനേഷൻ. നിങ്ങളെ ആനുവൽ എക്സാമിനേഷന് ഈ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. അത് ഇന്റേണൽ അസസ്മെന്റിന് വേണ്ടി മാത്രമുള്ള കാര്യങ്ങളാണ്. ഈ പറഞ്ഞിട്ടുള്ള സബ് ടോപ്പിക്സ് 2 മുതൽ 4.4 വരെ നിങ്ങളെ ബാക്കി ഈ പറഞ്ഞ മേക്കിംഗ് ഓഫ് ഗ്ലോബൽ വേൾഡിന്റെ ബാക്കി ഭാഗങ്ങൾ, ഈ 19th സെഞ്ചുറി എന്താണെന്നും എൻഡ് ഓഫ് ബ്രിട്ടൻ വുഡ്സ് എന്താണെന്നും ആൻഡ് ദ ബിഗിനിങ് ഓഫ് ഗ്ലോബലൈസേഷൻ എന്താണെന്നുള്ളതൊക്കെയാണ് ആ ചാപ്റ്ററിൽ നിങ്ങൾ കാണുന്നുണ്ടാവുക. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്റേണൽ അസസ്മെന്റിന് വേണ്ടി വായിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇനി അടുത്തൊരു ചാപ്റ്റർ ഉണ്ട്, ദ ഏജ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ. കംപ്ലീറ്റ്ലി ഡിലീറ്റഡ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ആനുവൽ എക്സാമിന്, നോട്ട് ദ പോയിന്റ്, ആനുവൽ എക്സാമിന് ഈ ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യമില്ല. അതെന്തിനു വേണ്ടി പഠിച്ചാൽ മതി? ടു ബി അസസ്ഡ് ആസ് എ പാർട്ട് ഓഫ് പീരിയോഡിക് അസസ്മെന്റ് ഓൺലി. നിങ്ങളെ ക്ലാസ് റൂമിൽ നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇടണമെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ക്ലാസ് ടെസ്റ്റ് ആയിട്ട് നടത്തണമെങ്കിൽ, അല്ലെങ്കിൽ പീരിയോഡിക് അസസ്മെന്റ് നടത്തണമെങ്കിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു ചാപ്റ്ററാണ് ദ ഏജ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ. ഒരു കാരണവശാലും നിങ്ങൾ ആനുവൽ എക്സാം ആകുമ്പോഴത്തേക്ക് ഈ ചാപ്റ്റർ പഠിക്കണ്ട. അപ്പോൾ ഇപ്പോൾ ഏത് ചാപ്റ്ററൊക്കെ പഠിച്ചാൽ മതി? 1, 2, മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ 1 മുതൽ 1.3 വരെയും അവസാനത്തെ ഒരു ചാപ്റ്റർ ഉണ്ട്, പ്രിന്റ് കൾച്ചർ ആൻഡ് ദി മോഡേൺ വേൾഡ്. ഇത് വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. എങ്ങനെയാണ് പ്രിന്റ് യൂറോപ്പിൽ മൊത്തത്തിൽ സ്പ്രെഡ് ആയത്, അതിൻ്റെ ഉത്ഭവം ജപ്പാനിലും കൊറിയയിലും ചൈനയിലും എങ്ങനെയാണ്, അതിനുശേഷം അതിന് മുന്നേയുള്ള മനുസ്ക്രിപ്റ്റ്സ് എന്തൊക്കെയാണ്, അതിനുശേഷം മുന്നോട്ട് വരുമ്പോൾ ബുദ്ധമതത്തിനെ പറ്റിയിട്ടൊക്കെ എങ്ങനെയാണ് ബുദ്ധമതത്തിൽ ഈ പറഞ്ഞിട്ടുള്ള പ്രിന്റിംഗ് മെക്കാനിസത്തിലേക്ക് നയിച്ചത്, ആരാണ് ഈ പ്രിന്റിംഗ് മെക്കാനിസം, മോഡേൺ പ്രിന്റിംഗ് മെക്കാനിസം, ജോഹന്നാസ് ഗുട്ടൻബർഗിനെ പറ്റിയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. കുറേ ബുക്കിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ആ ചാപ്റ്ററിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള നമ്മളെ ബിബ്ലിയോതെക് ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകത്തിനെ പറ്റിയിട്ടും, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ ജപ്പാനിൽ ആദ്യമായിട്ട് പ്രിന്റ് ചെയ്തിട്ടുള്ള പുസ്തകത്തിൻ്റെ പേരെന്തൊക്കെയാണ്, ഡയമണ്ട് സൂത്ര, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ കാണുക. പ്രിന്റ് കൾച്ചർ ആൻഡ് ദി മോഡേൺ വേൾഡ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. അപ്പം ഹിസ്റ്ററിയിൽ എൻ്റെ മക്കൾ പരിശോധിക്കേണ്ടത്, ഹിസ്റ്ററിയിൽ നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള 3 ചാപ്റ്ററുകളാണ് ഞാൻ പറയുന്നത്. വെയിറ്റേജ് കൊടുത്തു പഠിക്കേണ്ട ചാപ്റ്ററാണ് 1, 2, 5. ഇത് നന്നായിട്ട് വെയിറ്റേജ് കൊടുത്ത് തന്നെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അതിനുശേഷമാണ് നിങ്ങൾ മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ 1 മുതൽ 1.3 വരെയുള്ള സബ് ടോപ്പിക് കൂടെ നോക്കിയാൽ മതി. അപ്പോൾ ഇതാണ് ഹിസ്റ്ററിയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ പറഞ്ഞു വെയിറ്റേജ് കൊടുത്ത് പഠിക്കേണ്ട ചാപ്റ്റർ 1, 2, 5. ദെൻ നിങ്ങൾ പഠിക്കേണ്ട മൂന്നാമത്തെ ചാപ്റ്റർ ഒന്ന് വായിച്ചു നോക്കുക. മൂന്നാമത്തെ ചാപ്റ്റർ എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചു നോക്കുക. 1 മുതൽ 1.3 വരെ കഴിഞ്ഞു. ഹിസ്റ്ററി നിങ്ങൾക്ക് നല്ല മാർക്ക് മേടിക്കാൻ സെറ്റാണ്. ഇനി അടുത്തൊരു സാധനമുണ്ട്, ജോഗ്രഫി എന്ന് പറഞ്ഞ സംഭവം. ജോഗ്രഫിയിൽ ഒരു സാധനം പോലും നിങ്ങൾക്ക് മിസ് ചെയ്യാനില്ല. എല്ലാം പഠിക്കണം, എല്ലാം പഠിച്ചേ പറ്റുള്ളൂ. ഇവിടെ നിങ്ങൾ ഒന്നാമത്തെ ചാപ്റ്റർ റിസോഴ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഹിസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം കമ്പാരിറ്റീവ്ലി ജോഗ്രഫീൻ്റെ അളവ് കുറവായിരിക്കും, കണ്ടന്റ് കുറവായിരിക്കും. പക്ഷേ ഒരുപാട് വൺ വേർഡുകൾ നിറഞ്ഞു നിൽക്കുന്ന സാധനമാണ് ഈ പറഞ്ഞ ജോഗ്രഫി എന്ന് പറയുന്നത്. അതിൽ റിസോഴ്സസ് ആൻഡ് ഡെവലപ്മെൻറ്റിൽ നിങ്ങൾ എന്താണ് റിസോഴ്സിനെ പറ്റിയും ആ റിസോഴ്സസ് എങ്ങനെയാണ് വികസനത്തിലേക്ക് നയിക്കുന്നതും ഡെവലപ്മെൻറ്റിലേക്ക് നയിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് റിസോഴ്സസിൽ എന്താണ് ഫോറസ്റ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ റിസോഴ്സസ് എന്തൊക്കെയാണ്, വൈൽഡ് ലൈഫ് റിസോഴ്സസ് എന്തൊക്കെയാണ്, അതിനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ട എങ്ങനെയൊക്കെയാണ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എങ്ങനെയൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫിൽ കാണുക. ഇനി വാട്ടർ റിസോഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നുമില്ല, വാട്ടർ എന്താണെന്നും കുറച്ച് സയന്റിഫിക് കാര്യങ്ങളും അതുപോലെ തന്നെ വാട്ടറിൻ്റെ സോഴ്സസുകൾ എന്തൊക്കെയാണെന്നും ഈ ഭൂമിയിൽ എത്രത്തോളം വാട്ടർ ഉണ്ടെന്നും ഈ പറഞ്ഞിട്ടുള്ള മൾട്ടിനാഷണൽ അണക്കെട്ടുകളെ പറ്റിയിട്ടും മൾട്ടിനാഷണൽ ഡാമുകളെ പറ്റിയിട്ടും ഡാം പ്രൊജക്റ്റിനെ പറ്റിയിട്ടും ഒക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ കാണുന്നുണ്ടാവുക. വാട്ടർ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു 1/2 മണിക്കൂറോ 3/4 മണിക്കൂർ കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ് വാട്ടർ റിസോഴ്സസ് എന്ന് പറയുന്നത്. സിമ്പിളാണ്. ഇനി അഗ്രികൾച്ചർ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്, കുറച്ച് വലിയൊരു ചാപ്റ്ററാണ്. അതിൽ കൃഷിയെ പറ്റിയിട്ടും കൃഷിയുടെ 3 പ്രിമിറ്റീവ് ആയിട്ടുള്ള പഴയ കാലത്ത് എങ്ങനെയായിരുന്നു, പുതിയ കാലത്ത് കൃഷിയുടെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും ഒക്കെയാണ്. ഓരോ രീതികളുണ്ട് അഗ്രികൾച്ചറിന് അല്ലേ. അതുപോലെ തന്നെ ഓരോ കാലഘട്ടങ്ങളുണ്ട്. ഇപ്പോൾ പറഞ്ഞ നമ്മളെ അഗ്രികൾച്ചറിന് ഓരോ സീസണുകളുണ്ട്. ഓക്കെ, ഈ പറഞ്ഞിട്ടുള്ള ഖാരിഫ്, അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. കുറച്ച് സീസണുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒരു 3 സീസണാണ് അതുള്ളത്. ആ 3 സീസണുകളെ പറ്റിയിട്ടും അതിൽ വരുന്ന കുറേ ഇനങ്ങളെ പറ്റിയിട്ടും എന്തൊക്കെയാണ് കാർഷിക ഉൽപ്പന്നങ്ങളെ പറ്റിയിട്ടും അല്ലേ ഈ പറഞ്ഞ അഗ്രികൾച്ചർ പ്രോഡക്റ്റിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞ ഭാഗത്ത് നമ്മൾ പരിശോധിക്കുന്നുണ്ടാവുക. ഇനി മിനറൽസ് ആൻഡ് എനർജി റിസോഴ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾ അവിടെ ഈ പറഞ്ഞിട്ടുള്ള കുറേ മിനറൽസിനെ കാണും. അതായത് ധാതുക്കൾ എന്താണെന്ന് കാണും, ധാതുക്കളുടെ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് കാണും, അതിൻ്റെ ബൈഫ്രിക്കേഷൻ എത്രത്തോളം ഉണ്ട്, എത്രത്തോളം താഴെ തട്ടിൽ വരെ അതിന് പോകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മിനറൽസ് ആൻഡ് ഈ പറഞ്ഞ എനർജി റിസോഴ്സസിൽ കാണും. ഒരുപാട് കുറച്ച് കെമിസ്ട്രി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണത്. കെമിക്കലായിട്ടുള്ള കുറേ കെമിസ്ട്രി പരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മളവിടെ പഠിക്കുന്നുണ്ടാവും. ഇനി മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് വളരെ സിമ്പിൾ ചാപ്റ്ററാണ്. എന്താണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് കുറച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ തന്നെ കിട്ടുന്ന കാര്യങ്ങൾ. അവസാനത്തെ ഒരു ചാപ്റ്ററിൻ്റെ 7ാമത്തെ ചാപ്റ്റർ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ പറഞ്ഞിട്ടുള്ള
മാപ്പിന് മാത്രമായിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി. ലൈഫ് ലൈൻസ് ഓഫ് നാഷണൽ എക്കണോമിയിലെ ഈ ചാപ്റ്ററിൽ നിന്ന് മാപ്പ് മാത്രമേ ചോദിക്കുള്ളൂ. ആ മാപ്പിന് ചോദിക്കുന്നത് 3 മാർക്കിനും ആയിരിക്കും. 2 മാർക്ക് ഹിസ്റ്ററിയിൽ നിന്നും 3 മാർക്ക് ജോഗ്രഫിയിൽ നിന്നുമായിരിക്കും നിങ്ങൾക്ക് എന്തുണ്ടാവുക, മാപ്പ് ചോദിക്കുന്നുണ്ടാവുക. അപ്പം ഈ പറഞ്ഞ ലൈഫ് ലൈൻസ് നിങ്ങൾ എന്തിനു ചെയ്താൽ മതി, 6 ചാപ്റ്ററാണ് നിങ്ങൾ ആനുവൽ എക്സാമിന് വേണ്ടി പഠിക്കേണ്ടത്. ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് നിങ്ങൾ മാപ്പിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. എന്തൊക്കെയാണ് മാപ്പുകൾ എന്നുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അടുത്തൊരു സാധനമാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞ ഭാഗം. രാഷ്ട്രീയം അല്ലേ, രാഷ്ട്രീയമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇതിലൊരു കാരണം നിങ്ങൾക്ക് ഒഴിവാക്കാനൊന്നുമില്ല. എല്ലാ ചാപ്റ്ററും നിങ്ങൾ പഠിക്കണം, എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ തന്നെ ഈ പറഞ്ഞ പവർ ഷെയറിങ്ങും ഫെഡറലിസവും ഇത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരയ്ക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും ഒരേപോലെയുള്ള ചാപ്റ്ററുകളാണ്. അതായത് ഇവിടെ നിങ്ങൾ ഈ 2 ചാപ്റ്ററുകൾ ഈ ഒറ്റൊന്ന് ഇപ്പോൾ ഉദാഹരണത്തിന് പവർ ഷെയറിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫെഡറലിസം പഠിച്ച പോലെയാണ്, ഫെഡറലിസം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പവർ ഷെയറിംഗ് പഠിച്ച പോലെയാണ്. അപ്പോൾ ഈ 2 ചാപ്റ്ററുകളുടെയും കണ്ടന്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരേപോലെയാണ്. അപ്പോൾ ഒരുമിച്ച് ചേർത്ത് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ പഠിക്കാം. ഓക്കെ, അടുത്തയാണ് ജെൻഡർ, റിലീജിയൻ, കാസ്റ്റ്. അതെന്താണ് ജെൻഡർ എന്നും എന്താണ് റിലീജിയനും, അതെങ്ങനെയാണ് ഈ പറഞ്ഞിട്ടുള്ള ജെൻഡർ, റിലീജിയനും ഈ പറഞ്ഞിട്ടുള്ള പൊളിറ്റിക്സുമായിട്ട് റിലേറ്റഡ് ആവുന്നു, സമൂഹവുമായിട്ട് റിലേറ്റഡ് ആവുന്നു, ഇത് തമ്മിലുള്ള ഇന്റർ കണക്ഷൻ എന്താണോ എന്നൊക്കെയാണ് ജെൻഡർ, റിലീജിയൻ, കാസ്റ്റിൽ നമ്മൾ കാണുന്നുണ്ടാവുക. അടുത്താണ് പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ എത്രത്തോളം പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ടെന്നും ആ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണെന്നും എങ്ങനെയാണ് പൊളിറ്റിക്കൽ പാർട്ടീസിന് അധികാരം കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ടാവുക. നമ്മൾ അവിടെ ഈ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ് തലത്തിലുള്ള, അതായത് സംസ്ഥാന തലത്തിലുള്ള പൊളിറ്റിക്കൽ പാർട്ടീനെ പറ്റിയിട്ടും അഖിലേന്ത്യാ തലത്തിലുള്ള ഓൾ ഇന്ത്യ തലത്തിലുള്ള പൊളിറ്റിക്കൽ പാർട്ടീനെ പറ്റിയിട്ട് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ടാവുക. അതിനുശേഷം ഔട്ട്കംസ് ഓഫ് ഡെമോക്രസി ഉണ്ട്. ഡെമോക്രസിയുടെ ഔട്ട്കം എന്തൊക്കെയാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിക്കുന്നുണ്ടാവുക. അവിടെ നമ്മൾ ബെൽജിയത്തിനെ പറ്റിയിട്ടുള്ള എക്സാമ്പിൾ നോക്കും, നമ്മൾ ശ്രീലങ്കയെ പറ്റിയുള്ള ശ്രീലങ്ക ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ എടുക്കുന്നുണ്ടാവും, ഇന്ത്യ നമ്മളൊരു എക്സാമ്പിളായിട്ട് എടുക്കുന്നുണ്ടാവും. ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ഡെമോക്രസിയുടെ ഔട്ട്കം എന്താണ് എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളെല്ലാം പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ചാപ്റ്ററുകളാണ് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി എക്കണോമിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്കണോമിക്സ് ആണ് നമ്മുടെ കുറച്ചൊരു ഹാർഡായിട്ട് നിങ്ങൾക്ക് പേഴ്സണലി ഫീൽ ചെയ്യാൻ പോകുന്നൊരു ഭാഗം. അതിൽ ഡെവലപ്മെൻറ്റ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ഇതിലേതാണ് നിങ്ങൾ കൂടുതലായിട്ട് നോക്കേണ്ടതെന്നുള്ള. ഡെവലപ്മെൻറ്റ് നിങ്ങൾ നന്നായിട്ട് നോക്കുക. എന്താണ് വികസനം, എന്താണ് വികസന പരിപാടികൾ, എന്തിനാണ് വികസനത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ, എന്താണ് ഗ്രോത്തും വികസനവും തമ്മിലുള്ള ഡിഫറൻറ്റ് എന്താണ് അല്ലേ, ഗ്രോത്തും ഡെവലപ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ നോക്കുന്നുണ്ടാവുക. വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. അടുത്തൊരു ചാപ്റ്റർ ഉണ്ട്, സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കണോമി എന്ന് പറഞ്ഞ ചാപ്റ്റർ. അതായത് നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ 3 പ്രധാനപ്പെട്ട സെക്ടറുകളുണ്ട്, പ്രൈമറി, സെക്കൻഡറി, തെർഷ്യറി എന്ന് പറഞ്ഞിട്ട്. ആ സെക്ടറുകളെ പറ്റിയിട്ടും ആ സെക്ടറുകളുടെ കോൺട്രിബ്യൂഷനെ പറ്റിയിട്ടും GDP പറ്റിയിട്ടും നാഷണൽ ഇൻകത്തിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ ചാപ്റ്ററിൽ പരിശോധിക്കുന്നുണ്ടാവുക. ഓക്കെ, വളരെ എളുപ്പമാണ്, കുഴപ്പമില്ലാണ്ട് നിൽക്കാം. അടുത്താണ് മണി ആൻഡ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. എന്താണ് മണി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, മണിക്ക് മുന്നേ എന്തായിരുന്നു, ബാർട്ടർ സിസ്റ്റം എന്തായിരുന്നു, അതിനുശേഷം RBI വന്നതിന് ശേഷം RBIയുടെ റോൾ എന്താണ്, കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ റോൾ എന്താണ് എന്നുള്ളതൊക്കെയാണ് ഈ പറഞ്ഞ മണി എന്ന് പറഞ്ഞ ഭാഗത്തുണ്ടാവുക. അതിന് സെക്കൻഡ് പാർട്ടിൽ ക്രെഡിറ്റ് എന്താണെന്ന് നോക്കും. നമ്മൾ ക്രെഡിറ്റ് എങ്ങനെയാണ് കൊടുക്കുന്നത്, ക്രെഡിറ്റ് എങ്ങനെയാണ് കിട്ടുന്നത്, കൊളാട്രൽ എന്താണെന്നും ഈ പറഞ്ഞിട്ടുള്ള ഓർഗനൈസ്ഡ് അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ലേബറേഴ്സിനെ പറ്റിയിട്ടും ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ആയിട്ടുള്ള മണി ലെൻഡേഴ്സിനെ പറ്റിയിട്ടും ഒക്കെ നമ്മളിവിടെ കാണുന്നുണ്ടാവും. സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ മണി ആൻഡ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ക്രെഡിറ്റ് സിറ്റുവേഷനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ആ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ പറഞ്ഞിട്ടുള്ള 3 ചാപ്റ്റർ നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാം. അതല്ലാതെ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു സാധനം കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ പറഞ്ഞ ഗ്ലോബലൈസേഷൻ ആൻഡ് ദ ഇന്ത്യൻ എക്കണോമി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ നിങ്ങൾ എന്താണ് ഗ്ലോബലൈസേഷൻ, ആ ഗ്ലോബലൈസേഷനെ സഹായിക്കുന്ന ഘടകങ്ങൾ എന്താണ്, ഈ 2 പോയിന്റ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഗ്ലോബലൈസേഷൻ ആൻഡ് ദി ഇന്ത്യൻ എക്കണോമി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് എന്താണ് ഗ്ലോബലൈസേഷൻ എന്ന് പഠിച്ചു വെക്കുക. ഗ്ലോബലൈസേഷന് സഹായകരമാവുന്ന അല്ലെങ്കിൽ അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്, ആ 2 പോയിന്റ് മാത്രം നിങ്ങൾ പഠിച്ചാൽ തന്നെ ആ ചാപ്റ്റർ സെറ്റ്. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ ആനുവൽ എക്സാമിന് വേണ്ടി പഠിക്കേണ്ട ചാപ്റ്ററുകൾ എന്ന് പറയുന്നത്. ഇനി ആനുവൽ എക്സാമിൻ്റെ അല്ലാതെ നിങ്ങൾക്കൊരു ചാപ്റ്റർ ഇവിടെ കാണാം, കൺസ്യൂമർ റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ കൺസ്യൂമർ റൈറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾ പ്രൊജക്റ്റ് വർക്കിന് വേണ്ടി മാത്രമുള്ള ചാപ്റ്ററാണ്. ആനുവൽ എക്സാമിന് ആ ചാപ്റ്റർ കൂട്ടൂല, അത് പഠിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് പ്രൊജക്റ്റിന് വേണ്ടി മാത്രമാണ് കൺസ്യൂമർ റൈറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. അപ്പോൾ ഏതൊക്കെയാണ് ആനുവൽ എക്സാമിന് പഠിക്കേണ്ടത്, ആദ്യത്തെ 3 ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. ദെൻ നിങ്ങൾ ഈ 4ാമത്തെ ചാപ്റ്ററിൻ്റെ 2 പോയിന്റുകൾ പഠിച്ചു വെക്കുക. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് CBSE SSTയിൽ ഈ ഒരു വർഷം നിങ്ങളെ മുന്നിലേക്ക് വെക്കുന്ന സിലബസ് എന്ന് പറയുന്ന ചാപ്റ്ററുകൾ എന്ന് പറയുന്ന. അപ്പോൾ ഏതിനാണ് വെയിറ്റേജ് കൊടുത്ത് പഠിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാണ് വിശ്വാസം. അപ്പോൾ നന്നായിട്ട് പഠിക്കുക മക്കളെ. CBSEയുടെ നമുക്ക് ലക്ഷ്യ ബാച്ച് ഉണ്ട്, നിങ്ങൾക്ക് താഴെ സ്ട്രിപ്പ് പോകുന്നത് കാണുന്നുണ്ടാവും. CBSE 10 ലക്ഷ്യ ബാച്ചിലേക്ക് നമുക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം. അവിടെ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സുകൾ കിട്ടുന്നതായിരിക്കും, ഒരുപാട് PYQൻ്റെ സൊല്യൂഷൻസ് കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ ഓരോ വർക്ക്ഷീറ്റും കാര്യങ്ങളും ക്വസ്റ്റ്യൻസിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നമ്മുടെ ബാച്ചിൽ അവൈലബിൾ ആയിരിക്കും. താഴെ കാണുന്ന ഈ സ്ട്രിപ്പിൽ കാണുന്ന പ്രൈസിൽ നിങ്ങൾക്ക് നമ്മുടെ CBSE 10 ലക്ഷ്യ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്.
ഒപ്പം തന്നെ 7592092021 22 ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് മക്കളെ. ഇതുപോലുള്ള ഒരുപാട് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഇനിയും ഹരിസാർ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി കാണാം. ഹാപ്പി ലേണിംഗ്.